ജാർഖണ്ഡിൽ റെയിൽവേ ട്രാക്കിൽ കാട്ടാനയുടെ പ്രസവം നടന്നു. കൽക്കരിയുമായി വന്ന ട്രെയിൻ സമീപത്ത് 2 മണിക്കൂറോളം പിടിച്ചിട്ടു. ചരക്ക് ട്രെയിനുകൾ മാത്രം ഉപയോഗിക്കുന്ന ട്രാക്ക് ആയതുകൊണ്ട് മറ്റ് ട്രെയിനുകളൊന്നും അതുവഴി ഓടുന്നില്ല. അതുകൊണ്ട് ട്രെയിൻ ഗതാഗതത്തെ അത് ബാധിച്ചില്ല. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരും. പറയൂ അജീഷ്. എന്തായാലും കുറേ ദിവസമായിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് കെടുതികളുടെ വാർത്തയായിരുന്നു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മുഖത്ത് ചിരി പടർത്തുന്ന ഒരു വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാവുന്നത്. ജാർഖണ്ഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ജാർഖണ്ഡിലെ ബാരക്കാന ഹസാരിബാഗ് റെയിൽവേ സ്റ്റേഷൻ ഇടയിലായിരുന്നു ഈ സംഭവം. ഇത് ജാർഖണ്ഡിൽ നിന്ന് ഉള്ളിലോട്ട്, അതായത് ഉൾവനം ഭാഗത്താണ് ഈ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത്. അവിടെ 2 ആഴ്ച മുമ്പാണ് ഒരു ആന ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഒരു സംഭവം ഉണ്ടായത്. ഇത് പുറത്തു വരുന്നത്, ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരും ഇത് പങ്കുവെക്കുകയും ചെയ്തു. ഈ സംഭവം ഇങ്ങനെയാണ്, അതായത് ഈ റെയിൽവേ ട്രാക്കിൽ ഒരു കാട്ടാന ഇത് പ്രസവ വേദനയിൽ കഴിയുന്നുണ്ടെന്ന് അവിടുത്തെ ഒരു ഗാർഡ് അവിടുത്തെ DFOനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. മാത്രമല്ല ഇത് ഒരുപക്ഷെ അവിടെ തന്നെ ഈ റെയിൽവേ ട്രാക്കിൽ തന്നെ കിടക്കാനുള്ള ഒരു സാധ്യതയും ഈ ഗാർഡ് മുൻകൂട്ടി കണ്ടിരുന്നു. അങ്ങനെയാണ് DFA അറിയിച്ചത്. DFA ഇത് ഉടനെ തന്നെ ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ആ വഴി കടന്നു പോകുന്ന ചരക്ക് ട്രെയിനുകളെല്ലാം തന്നെ നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ട്രെയിൻ അതുവഴി കടന്നു പോകേണ്ട സമയമായിരുന്നു. പുലർച്ചെ 3 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 2 മണിക്കൂർ ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. അതിനുശേഷം ഈ ആന അത് കുഞ്ഞിന് പ്രസവിച്ചതിന് ശേഷം അവിടെ നിന്ന് സുരക്ഷിതമായി കടന്നു പോയതിന് ശേഷം മാത്രമാണ് വീണ്ടും ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്. അത് ചരക്ക് തീവണ്ടികൾ മാത്രം കടന്നു പോകുന്ന ഒരു ട്രാക്ക് ആയതുകൊണ്ട് തന്നെ മറ്റ് പാസഞ്ചർ വണ്ടികൾക്കൊന്നും അതിൻ്റെ സമയത്തെ ഒന്നും ബാധിക്കുകയും ചെയ്തില്ല. ഇത് പിന്നീട് രാഷ്ട്രീയ നേതാക്കളടക്കം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും ഈ ആനയുടെ കാര്യത്തിൽ പിന്നെയും ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നാട്ടുകാരും ഈ ഗാർഡ് അടക്കം ഈ ആനയും കുഞ്ഞും സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ളത് പിന്നെയും ഫോളോ അപ്പ് ചെയ്തിരുന്നു. അത് 2 പേരും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് അവർ പിന്നീട് അറിയിക്കുകയും ചെയ്തത്. ഓക്കെ അജീഷ് ജയകുമാർ, താങ്ക് യു.